വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടൂറിലാണ്. ഇത് പറഞ്ഞ ഞാനല്ല, ഇത് പറഞ്ഞ കേരളത്തിലെ മാധ്യമങ്ങളാണ്. ഇപ്പോഴും ഇവർക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരുടെ നിലവാരമൊക്കെ നമുക്ക് ഈ ഇലക്ഷനിൽ നമ്മൾ കണ്ടതാണ്. അതിനുശേഷം പല മാധ്യമ പ്രവർത്തകരും സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലൊക്കെ എന്റെ സുഹൃത്തുക്കളായിട്ടുള്ള ഒരുപാട് മാധ്യമ പ്രവർത്തകർ ഒരുപാട് കുറിപ്പൊക്കെ കണ്ടു. അവർ കൺഫസ് ചെയ്യുകയാണ്. അവര് പറഞ്ഞത് തെറ്റുപറ്റിപ്പോയി, ഇത്രയും വലിയൊരു ജനവിരുദ്ധ വികാരം പിണറായി സർക്കാരിനുണ്ടെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല, അത് ഒരു മാധ്യമ പ്രവർത്തകനാണെന്ന ഒരു രീതിയിൽ ഞാൻ ലജ്ജിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മാധ്യമ പ്രവർത്തകരുടെ കുറിപ്പൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ നിലവാരം നമുക്ക് അതിലൂടെ മനസ്സിലാക്കാമല്ലോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 5 രാജ്യങ്ങൾ സന്ദർശിക്കുകയാണ്. അദ്ദേഹം 5 രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ അദ്ദേഹം ആദ്യം പോയത് UAE-യിലേക്കാണ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. നമുക്കറിയാം UAE-യുടെ ഭരണാധികാരി അദ്ദേഹം ഇന്ത്യയിലേക്ക് 3 മണിക്കൂർ സന്ദർശനത്തിന് പറന്നിറങ്ങി. പക്ഷെ നമ്മുടെ പ്രധാനമന്ത്രി അവിടെ 2 മണിക്കൂറാണ് സന്ദർശനം നടത്തിയത്. ഈ 2 മണിക്കൂറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ഒപ്പിട്ട കരാറുകളെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. ആ കരാറുകൾ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ഇന്ത്യക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇന്ത്യ ഒരുപക്ഷെ ഒരു യുദ്ധമുണ്ടായാൽ പോലും ഒരു തട്ടും മുട്ടുമില്ലാതെ ഇന്ത്യക്ക് മുന്നിലേക്ക് പോകാൻ സാധിക്കുമെന്ന രീതിയിലുള്ള ഒരു കരാറാണ് അവിടെ പ്രധാനമന്ത്രി ഒപ്പിട്ടിരിക്കുന്നത്, അവിടെ UAE സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട്. ഇതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ 5 രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈന സന്ദർശിക്കുകയാണ്. ചൈനയിലെത്തിയ പ്രസിഡന്റിനെ നാണം കെടുത്തി വിട്ട ആ ഒരു വാർത്തയൊക്കെ നമ്മൾ ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം പ്രസിഡന്റ് അവിടെ വന്നിറങ്ങിയപ്പോൾ ഷീ ജിൻപിങ് സ്വീകരിക്കാൻ വന്നില്ല എന്നുള്ളതാണ് പ്രസിഡന്റ് ട്രംപിന്റെ വലിയ ഒരു വിഷമം എന്ന് പറയുന്നത്. അതൊരു നാണം കെട്ട ഇടപാടായി പോയി. ട്രംപിന് നാണം കെടുത്താൻ കിട്ടുന്ന ഒരു അവസരവും ചൈന പാഴാക്കിയില്ല. മൊത്തം നാണം കെടലായിരുന്നു അവിടെ ചെന്ന ശേഷം. അവിടെ നിന്നും തിരിച്ചെത്തിയ ട്രംപ് പിന്നെ പറയുകയാണ്, ഞാനിതാ ഇറാനെതിരെ ആക്രമണത്തിനൊരുങ്ങുകയാണ്, എപ്പിക് ഫ്യൂറി 2.0 ഇനി വച്ച് താമസിപ്പിക്കുന്നില്ല. ട്രംപ് മൊത്തത്തിൽ അസ്വസ്ഥനാണ് ചൈനയിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം. അതേസമയം നരേന്ദ്രമോദി ആണെങ്കിൽ ലോകരാജ്യങ്ങൾ സന്ദർശിച്ച് ഓരോ കരാറുകളുമായി വെട്ടിപ്പിടിച്ച് മുന്നോട്ട് പോവുകയാണ്. ഒരു യുദ്ധം വീണ്ടും ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്ത് തോന്നുന്നു? ഇത് ഈ ആദ്യം തന്നെ മനുഷ്യ പറഞ്ഞതിൽ തന്നെ തുടങ്ങാം. ഈ എന്താണ് നരേന്ദ്രമോദി ടൂർ പോകുന്നു എന്നാണ് പറയുന്നത്. ടൂർ പോകുന്നത് ഇതിനകത്ത് രസകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത്രയും വർഷം കഴിഞ്ഞിട്ടും പുതിയതായിട്ടൊന്നും ഈ മാധ്യമങ്ങൾക്കോ അല്ലെങ്കിൽ ആളുകൾക്കോ പറയാനില്ല. ഇപ്പോഴും ആ 15 ലക്ഷവും ഗർഭിണി ശൂലവും മോദിയുടെ ടൂറും മോദിയുടെ കൂണും മോദിയുടെ കോട്ടും തൊപ്പിയും ഇതൊക്കെ അല്ലാതെ പുതിയതായിട്ടൊന്നും പറയാനില്ലാത്തടത്താണ് ഇന്ത്യയിലെ പ്രതിപക്ഷം ദിവസത്തിന് ചുരുങ്ങി പോകുന്നത്. ഒരു പുതുമ വേണ്ട, എന്ത് കാര്യത്തിനായാലും ഒരു പുതുമയുണ്ടെങ്കിലേ നമുക്ക് മുമ്പോട്ട് പോകാൻ, ഒരു ഫ്രഷ് ഫീൽ ചെയ്യണം. അതായത് പഴയ വീഞ്ഞാണെങ്കിൽ പുതിയ കുപ്പി വേണം ഇറക്കാനായിട്ട്, ആ കുപ്പിയെങ്കിലും പുതുക്കണ്ടേ. ഇത് അതുമില്ല, പഴയ അച്ചുകൾ വീണ്ടും നിരത്തിയാണ് ഇവർ അപഹാസ്യരാകുന്നത്. ഈ രണ്ടാമത്തെ ഒരു കാര്യം വെച്ചാൽ ഒരു വലിയ കരാറാണ്. ഇന്ത്യയിലെ പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങൾ ഈ വാർത്ത വലുതായി കൊടുക്കുന്നത് ഞാൻ കണ്ടില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കത് മനസ്സിലാകുന്നില്ല. കാരണം ലോകം ഇപ്പോൾ ഒരു യുദ്ധത്തിന്റെ മുൾമുനയിൽ നിൽക്കുകയാണ്. ഏത് നിമിഷവും യുദ്ധം ഉണ്ടാകാം. അത് ഇന്ത്യയും അതിൽ നിന്ന് മുക്തമല്ല. ഇന്ത്യ പാകിസ്ഥാൻ വാറിന് സാധ്യതകൾ വളരെ കൂടുതലാണ്. ഒരുപക്ഷെ അത് ബംഗ്ലാദേശിന്റെ ഭാഗത്തു നിന്ന് ഉള്ള പാകിസ്ഥാന്റെ അറ്റാക്ക് കൊണ്ടുള്ള ഉണ്ടാകാമോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നിൽക്കും. ഈ സാഹചര്യത്തിൽ നമ്മളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ സൈന്യം കരുത്തുറ്റതാണ്, നമുക്ക് അടിച്ച് ജയിക്കാനുള്ള കപ്പാസിറ്റിയും ഉണ്ട്. പക്ഷെ നമ്മൾക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട സാധനം ഇപ്പോൾ ഇല്ല. വലിയ ഷോർട്ടേജിലേക്കാണ് പോകുന്നത്. അത് മറ്റൊന്നുമല്ല, എണ്ണയാണ്. നമ്മുടെ ലോകം മുഴുവൻ എണ്ണ പ്രതിസന്ധിയിൽപ്പെട്ട് ഉഴലുന്നു. ലോകത്തെ പല രാജ്യങ്ങളും വലിയ രീതിയിൽ തന്നെ എണ്ണവില പലപ്പോഴായി കൂട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ 1 വർഷമായി ഇന്ത്യയിൽ എണ്ണവില ഈ യുദ്ധത്തിന്റെ പേരിൽ കൂട്ടിയിട്ടില്ല. കഴിഞ്ഞ 3.5-4 വർഷമായിട്ട് എണ്ണവിലയെ കൂട്ടിയിട്ടില്ല. കഴിഞ്ഞ 1 വർഷമായിട്ട് യുദ്ധത്തിന്റെ പേരിൽ ഇന്ത്യയിൽ എണ്ണവില കൂട്ടിയിട്ടില്ല. 140 കോടി ജനമുള്ള ഒരു രാജ്യമാണെന്ന് ആലോചിക്കണം. ചെറിയ രാജ്യങ്ങൾ പോലും ഷട്ട്ഡൌണിലേക്കും കോട്ട സമ്പ്രദായത്തിലേക്കും റേഷനിങ്ങിലേക്കും പോയി കഴിഞ്ഞു. ഇവിടെയാണ് ഈ സംഭവം. ഇവിടെ ഇന്ത്യയെ ഭയപ്പെടുന്ന ഒരു വലിയ കാര്യം, നമ്മുടെ കയ്യില് 60 ദിവസത്തേക്കുള്ള എണ്ണശേഖരം ഉണ്ട് എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. ഈ 60 ദിവസത്തെ എണ്ണശേഖരം എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ക്രൂഡ് ഓയിൽ ശേഖരം മാത്രമല്ല, നമ്മുടെ പമ്പുകളിൽ അടക്കം കിടക്കുന്ന റിസർവ് ഉണ്ടല്ലോ, ആ റിസർവിന്റെ ഉൾപ്പെടെയുള്ള ഒരു കണക്കാണ് 60 ഡേയ്സ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ജനങ്ങൾക്കും എല്ലാവർക്കും വേണ്ടി യൂസ് ചെയ്യാനുള്ളതാണ് ഈ 60 ഡേയ്സിലേക്കുള്ള എണ്ണ ഉണ്ട് എന്ന് നമ്മൾ പറയുന്നത്. ഇതൊരു വലിയ ശേഖരമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ട്രംപ് ഇപ്പോൾ ഒരു യുദ്ധം വീണ്ടും തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ രാജ്യം വലിയ പ്രതിസന്ധിയിലേക്ക് പോകും. ഇവിടെ എണ്ണ ഒരു ഷോർട്ടേജ് വരുന്നു എന്ന് മാത്രമല്ല, ഈ ഒരു സാഹചര്യത്തിൽ നമ്മളൊരു യുദ്ധത്തിലേക്ക് കൂടെ പോവുകയാണെങ്കിൽ നമ്മുടെ നില വളരെ പരിതാപകരമായിട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. കാരണം നമുക്ക് നമ്മുടെ സൈന്യം സുശക്തമാണ്, എല്ലാം നമുക്ക് ഉണ്ടെങ്കിൽ പോലും ഈ എണ്ണ എന്ന് പറയുന്ന ഒരു സാധനമാണ് യുദ്ധത്തെ ആയാലും രാജ്യത്തെ ആയാലും എല്ലാം ചലിപ്പിക്കുന്ന ഒരു കാര്യം. ഇവിടെ ഇതിലൊരു കാരണം എല്ലാ രാജ്യങ്ങളും ഈ ഒരു റിസർവ് സൂക്ഷിക്കുന്നുണ്ട് ഇങ്ങനെ എണ്ണത്തിലേക്ക്. ഇവിടെയാണ് കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി UAE പോയി ഒപ്പിട്ടത് 30 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ ഇന്ത്യയുടെ ഭൂഗർഭ സംഭരണിയിൽ സൂക്ഷിക്കാൻ UAE തീരുമാനിക്കുന്നു എന്നുള്ള വലിയ വാർത്ത തന്നെയാണ്.
അതായത് ഈ ക്രൂഡ് ഓയിൽ എന്ന് പറയുന്നത് അബുദാബി നാഷണൽ ഓയിൽ കമ്പനിയാണ് ഇത് നമുക്ക് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ റിസർവ് എന്ന് വെച്ചാൽ അടിയന്തര സാഹചര്യങ്ങൾ മാത്രം ഉപയോഗിക്കാനായിട്ട് നമ്മുടെ ഭൂഗർഭ റിസർവ് ഇതിലേക്ക്, അതായത് ഭൂഗർഭ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവിലേക്കാണ് UAE ഈ 30 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ തരുന്നത്. അതായത് നമുക്കിപ്പോൾ യുദ്ധമോ ഇല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ വന്നു കഴിഞ്ഞാലേക്ക് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും അടിയന്തര ഘട്ടങ്ങളിൽ. അതായത് 60 ദിവസം നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ട്, നമുക്കൊരു പ്രതിസന്ധി വന്നാൽ മാനേജ് ചെയ്യാനുള്ളത്. പിന്നെ ഒരു 30 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ കൂടി നമ്മൾ റിസർവായി ശേഖരിച്ച് വെക്കും. ഇത് വേണമെങ്കിൽ അടുത്ത രാജ്യങ്ങളും പ്രതിസന്ധിപ്പെടുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. നമ്മുടെ ഒരു മനസ്സ് അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം വെച്ചാൽ ഇത്രയും റിസർവ് ഇരിക്കുമ്പോഴും നമ്മൾ പുറമേ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതായത് 60 നമ്മുടെ മറ്റ് ആവശ്യങ്ങൾക്ക് നേരത്തെ ആലോചിക്കണം, നേരത്തെ ഈ 60 നിന്നും വേണമായിരുന്നു യുദ്ധാവശ്യങ്ങൾക്ക് നമ്മൾ ചെലവഴിക്കേണ്ടത്, ജനങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് ചെലവഴിക്കേണ്ടത്, ഫാക്ടറികൾക്ക് എല്ലാത്തിനും നമ്മൾ അതിൽ നിന്ന് വേണമായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് അത് പെട്ടെന്ന് തീർന്നു പോകും. കാരണം ഇല്ലെങ്കിൽ രാജ്യത്തെ ജനങ്ങളുടെയൊക്കെ ഇത് ഉപയോഗിക്കരുതെന്ന് പറയേണ്ട ഒരു സാഹചര്യം വരും, വലിയൊരു പ്രതിസന്ധിയിലേക്ക് പോകും. ഇപ്പോൾ ആ പ്രതിസന്ധി ഇന്ത്യ മറികടന്നിരിക്കുന്നു. കാരണം 30 ദശലക്ഷം അടിയന്തര സാഹചര്യത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം മാറ്റി വെക്കുന്നു. ബാക്കി 60 ദിവസത്തേക്കുള്ള എണ്ണ ഷെയർ നമ്മുടെ രാജ്യത്തുണ്ടെന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ ചലനങ്ങൾ വളരെ സ്മൂത്തായിട്ട് നടന്നു പോവുകയും ഒപ്പം തന്നെ ഈ അടിയന്തര ഘട്ടങ്ങളിൽ യുദ്ധവും മറ്റു ആവശ്യങ്ങൾ വന്നാൽ ഇത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. ഇതൊരു വലിയ നീക്കം, ലോകത്തിന് തന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു നീക്കമാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എണ്ണ ഉപഭോഗ രാജ്യമാണ്. നമുക്ക് 85% എണ്ണയെ നമ്മൾ വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യം എന്ത് പ്രതിസന്ധിയിലായിരിക്കും പെടുന്നതെന്ന് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഒരു യുദ്ധമോ മറ്റോ വന്നു കഴിഞ്ഞാൽ ഇന്ത്യ തകർന്നു പോകുമെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം അതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ആയുധമില്ലാത്തതോ അല്ലെങ്കിൽ നമ്മുടെ പോരാട്ട വീര്യമുള്ള സൈനികരില്ലാത്തതോ ഒന്നും അല്ല എന്റെ പ്രശ്നം. ഈ എണ്ണയുടെ ഷോർട്ടേജ് വരുമ്പോഴത്തേനും ഒരുപക്ഷെ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തിയാൽ വിജയിക്കാൻ കഴിയുമെന്ന് ചില ശത്രു രാജ്യങ്ങൾ പോലും ചിന്തിക്കുന്നുണ്ട്. ആ ചിന്തയാണ് ഇപ്പോൾ മറികടന്നിരിക്കുന്നത്, എത്തിക്കാൻ പറ്റുന്നു എന്നുള്ളത്. മറ്റൊന്ന്, നമ്മൾ LPGക്ക് വേണ്ടിയിട്ട് ഒരു വലിയ കരാർ ഒപ്പിട്ടിട്ടുണ്ട്. നമ്മൾ അറിയാം, ഖത്തറുമായിട്ടായിരുന്നു നമുക്ക് നേരത്തെ ഈ ഏറ്റവും വലിയ നമുക്ക് വാതകം തന്നുകൊണ്ടിരുന്നത്, ഗ്യാസ് തന്നുകൊണ്ടിരുന്നത് ഖത്തറായിരുന്നു. അവരുടെ റിഫൈനറികൾ ചിലതൊക്കെ കൂട്ടി ചിലതൊക്കെ ഭാഗികമായി അടച്ചിട്ടിരുന്നു. അവിടെ നമുക്ക് വലിയ ഷോർട്ടേജ് നേരിടേണ്ടി വന്നൊരു സാഹചര്യം. അവിടെ നിന്നാണ് UAE-ലേക്ക് ഇത് മറികടന്നത്. ഇനി വലിയൊരു സന്തോഷ വാർത്ത എന്ന് വെച്ചാൽ UAE-ൽ നമ്മൾ ഇന്ത്യൻ റുപ്പീസിലാണ് നമ്മുടെ കച്ചവടം നടക്കുന്നത് എന്നുള്ളതും കൂടെയാണ് ഏറ്റവും പ്രധാനം. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ ചർച്ച ചെയ്തിരുന്നു. ഇന്ത്യ നിലപാട് മാറ്റിയിട്ടുണ്ട്. ഇറാൻ UAE ആക്രമിക്കുമ്പോൾ ഇന്ത്യ വളരെ വ്യക്തമായ ഭാഷയിലാണ് UAE-ക്കൊപ്പം നിന്നുകൊണ്ട് പറഞ്ഞത് ഇതിനെ അംഗീകരിക്കാൻ കഴിയില്ല, ഇത് ശരിയാകത്തില്ല എന്ന് പറയുകയും ചെയ്തു. അതിനുശേഷം ഇറാന്റെ ഭാഗത്തുനിന്ന് വലിയ ആക്രമണം UAE-ക്ക് നേരെ ഉണ്ടായിട്ടില്ല. UAE-ക്ക് നേരെ എന്നല്ല, അതിനുശേഷം വലിയ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുമില്ല. ഇനിയിപ്പം യുദ്ധം കൊടുമ്പിരികൊള്ളുവാണെങ്കിൽ എങ്ങനെയാണെന്ന് നമുക്ക് പറയാനും കഴിയില്ല. കാരണം ഇറാനല്ലേ, സ്വാഭാവികമായിട്ടും അവർക്ക് തിരിച്ചടിക്കുക വരും. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യമുണ്ട്. ഇത് കൂടാതെ തന്നെ ഈ ഹോർമുസ് ടച്ച് ചെയ്യാതെ തന്നെ ഒരു പൈപ്പ് ലൈൻ പണി നേരത്തെ തന്നെ UAE ആരംഭിച്ചിരുന്നു. അതില് നേരത്തെ തന്നെ അതിന്റെ പണി ആരംഭിച്ചിരുന്നു. 4 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് അതുവഴി കടത്തിവിടാൻ അവർ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടൊന്നും ആകത്തില്ല ലോകത്തിന്. പക്ഷെ അപ്പോഴും നമുക്കൊരു വലിയ ആശ്വാസം, അതിന്റെ പണി ഇപ്പോൾ തീരാറായിരിക്കുന്നു, ദ്രുതഗതിയിൽ അതിന്റെ പണികൾ നടക്കുന്നു. അപ്പൊ ഹോർമുസ് ടച്ച് ചെയ്യാതെ നമുക്ക് എത്തിക്കാൻ പറ്റും. പജറോ തുറമുഖം വഴിയായിട്ടാണ് അത് എത്തിക്കുന്നതൊക്കെ. അപ്പം ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നിൽക്കുന്നു. ഇതൊരു വലിയ കരാറാണ്. രാജ്യം ചർച്ച ചെയ്യപ്പെടുന്നതും നമ്മുടെ പ്രധാനമന്ത്രി ശ്ലാഘിക്കേണ്ടതുമായിട്ടൊരു വലിയ നിലപാടാണ്. കാരണം ഇത് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് ഒരു ചരിത്രപരമായ നേട്ടമാണ്. നാളിതുവരെ ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഇങ്ങനെ ഒരു നടപടിയിലേക്ക് നമ്മൾ കടന്നിട്ടില്ല. അത് സ്ട്രോങ്ങസ്റ്റ് രാഷ്ട്രം, ഒരു സ്ട്രോങ് ലീഡറുടെ കീഴിൽ എങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഇത് വ്യക്തമാക്കി തരുന്നത്. കാരണം ഈ 60 ദിവസവും ഇല്ലായിരുന്നു മൻമോഹൻ സിംഗിന്റെ കാലത്ത്. 15 ദിവസം ഈ രാജ്യത്തിന് ഉപയോഗിക്കാനുള്ള ക്രൂഡ് ഓയിൽ ശേഖരം മാത്രം സൂക്ഷിക്കുന്ന ഒരു രാജ്യത്തിൽ നിന്ന് അത് 60% എണ്ണ സംഭരിക്കുന്ന ഒരു രാജ്യത്തിലേക്ക് മാറ്റാൻ കഴിഞ്ഞത് ശ്രീ നരേന്ദ്രമോദിയാണ്. കർണാടകത്തിൽ, ഒഡീഷയിൽ, ആന്ധ്രയിൽ, വെസ്റ്റ് ബംഗാൾ, ഇതിലെല്ലാം റിസർവ് ടാങ്കുകൾ പണിതുകൊണ്ട് ആ ഉള്ള ടാങ്കുകളുടെ വലിപ്പം കൂട്ടിക്കൊണ്ടൊക്കെ അതിന് സാധിച്ചിരിക്കുന്നു. ഇപ്പോഴിതാ 30 ദശലക്ഷം കൂടി വരുമ്പോൾ നമ്മൾ സേഫ് സോണിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം യുദ്ധമോ മറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ പാകിസ്ഥാൻ കിടന്ന് നട്ടം തിരിയുന്നതിന് കാരണം എല്ലാവരും ചോദിക്കും എന്തുകൊണ്ടാണ് അഫ്ഗാനിസ്ഥാനെ പാകിസ്ഥാൻ ആക്രമിക്കാത്തതെന്ന് വെച്ചാൽ വേറൊന്നും കൊണ്ടല്ല, എണ്ണയില്ല. എണ്ണ വലിയ പ്രതിസന്ധിയിലാണ് പാകിസ്ഥാനിൽ. അവിടെ റേറ്റ് കൂട്ടിക്കഴിഞ്ഞിരിക്കുന്നു, എണ്ണ കിട്ടാനില്ലാത്ത സാഹചര്യം. ആ സാഹചര്യത്തിൽ അവർ അടിക്ക് പോയുള്ള അവസ്ഥ എന്താണ്? പോകുന്ന ടാങ്കും ജീപ്പും പകുതി വഴിക്ക് കിടക്കേണ്ടി വരില്ലേ? ഇല്ലെങ്കിൽ ഇതിന് ഉപയോഗിക്കുന്ന എണ്ണ യുദ്ധ സമയത്ത് എന്ന് പറഞ്ഞാൽ എണ്ണ വലിയ രീതിയിലാണ് ചെലവഴി ആകുന്നത്. കാരണം ഇത് മൈലേജ് നോക്കിയിട്ടല്ലോ വണ്ടി വിടുന്നത്. ടാങ്ക് ആയാലും ഒക്കെ മൈലേജ് നോക്കിയിട്ട് സാധനങ്ങളല്ല. ഇപ്പൊ ഇതൊരു വലിയ പ്രതിസന്ധി. ആ പ്രതിസന്ധി നരേന്ദ്രമോദി മറികടന്നു എന്നുള്ളതാണ്. അതായത് ലോകം മുഴുവൻ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുക, എണ്ണയില്ലാതെ. പല യൂറോപ്യൻ രാജ്യങ്ങളിൽ എണ്ണ തീർന്നു തുടങ്ങി, അവരുടെ റിസർവ് തന്നെ തീർന്നു തുടങ്ങി. അവിടെയാണ് മോദി ഒരു കരുതലായി, അതീവ കരുതലായി 30 ദശലക്ഷം ബാരൽ ഇവിടെ സൂക്ഷിക്കാൻ UAE-യുമായി കോൺട്രാക്ട്. അതിൽ അവർ എടുത്തു പറയുന്നുണ്ട് ആ കരാറിൽ, ഇത് വിൽപ്പന കരാറല്ല എന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ ഇത് വിൽക്കുന്നതല്ല. ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ 30 ദശലക്ഷം ബാരൽ ഇന്ത്യയെ തന്നെ സൂക്ഷിക്കുകയാണ് UAE കമ്പനി. UAE ദുബായ് ഇന്ത്യയിലെ ഭൂഗർഭ അറകളിൽ സൂക്ഷിക്കുന്നു. ആവശ്യം വന്നാൽ മാത്രം നമ്മൾ അത് എടുക്കുന്നു, അതിനുള്ള പേ അപ്പൊ ചെയ്യുന്നു.
അതാണ് അതിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ്. അതായത് നമ്മളോടുള്ള UAE ഏറ്റവും വലിയ കരുതലെന്ന് ഇതിനെ വിശേഷിപ്പിച്ചാലും തെറ്റ് പറയാൻ കഴിയില്ല. കാരണം ഏറ്റവും അടുത്ത സുഹൃത്ത് തന്നെയാണ് എന്ന് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം നമ്മൾക്ക് വേണ്ടിയിട്ട് അവരത് ഇവിടെ സൂക്ഷിക്കുകയാണ്. നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ അതിന് പണം കൊടുക്കുമായിരിക്കും, പക്ഷെ പണം കൊടുത്ത് നമ്മളത് വാങ്ങി വെക്കുന്നതല്ല എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് കട്ടക്ക് നിൽക്കുന്ന ചങ്കം എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത് നേരത്തെ മുതൽ തന്നെ തുടങ്ങിയതാണ്. ഇവിടെ ഈ സൗദിയും കാര്യങ്ങളൊക്കെ ആദ്യം ഉണ്ടായിരുന്ന അടുപ്പങ്ങളൊന്നും ഇപ്പോഴില്ല. അവർക്ക് അവരുടേതായിരുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് അറബ് നാറ്റോ വരുന്നുണ്ട്. അതിനകത്ത് തുർക്കിയുണ്ട്, ഖത്തറുണ്ട്, ഒമാനുണ്ട്, പറയാൻ സൗദിയുണ്ട്. UAE നിലവിൽ ഈ അറബ് നാറ്റോ ചേർന്നിട്ടില്ല. കാരണം പാകിസ്ഥാൻ ആണല്ലോ ഇതിന്റെ ചുക്കാൻ പിടിച്ച് തലപ്പത്ത് നിൽക്കുന്ന ആൾക്കാർ. പാകിസ്ഥാന് കൊടുത്ത പൈസ പോലും അവന്മാർ തിരിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ തിരിച്ചു കൊടുത്തു. ഇതാണ് ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്.